ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പാസ്ത. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്തോന്നോ, അന്ന് നമ്മൾ അബദ്ധത്തിൽ നമുക്ക് കിട്ടിയില്ലേ സുക്കീനി, അതും ഞാൻ ഈ പാസ്തയ്ക്കകത്തങ്ങ് അരിഞ്ഞിടുന്നുണ്ട്. കുറച്ച് ഞാൻ ഇന്നലെ അരിഞ്ഞു. ഇതിപ്പോൾ നിങ്ങളെ രാവിലെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ അകത്ത് പൊങ്ങ് പോലൊന്നും അല്ല, നമ്മുടെ എന്തോ ചൊരക്കയാണ്. എനിക്ക് ആ ചൊരക്കയും പീച്ചിങ്ങയും കൂടെ മാറിപ്പോവും. പൊങ്ങ് പോലൊന്നുമില്ല, നല്ലതുപോലെ മാംസമുണ്ട്. അത് അരിയൊന്നും അങ്ങനെ അതിലില്ല. ഇച്ചിരി നമ്മുടെ ഈ കുക്കുംബർ പോലെ ഒരു ഇച്ചിരി അരി കാണാനുണ്ട്. അതൊന്നും കളയാനായിട്ടില്ല. അപ്പോൾ ആ ഒരെണ്ണത്തിനായിരുന്നു അന്ന് 89 റുപ്പീസ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതന്ന്, കാരണം അത് ഒറ്റയ്ക്ക് നമുക്ക് ഒരു മെഴുക്ക് പുരട്ടി വെക്കാനോ ഒന്നിനുമില്ല. എന്നോടന്ന് കമൻറ്റിൽ കൂടെ പലരും പറഞ്ഞായിരുന്നു സാമ്പാറിലിടാം, അവിയലിലിടാം, മെഴുക്ക് പുരട്ടി വെക്കാം, ഓവർ കുക്ക് ആവില്ല. കാരണം ഇതിന് ഒട്ടും വേവുമില്ല. ഞാൻ ഈ പാസ്തയ്ക്കകത്ത് ഇട്ടിട്ട് ഇവിടെ ആർക്കും മനസ്സിലായില്ല അതിനകത്ത് അങ്ങനെ ഒരു സാധനമേ ഉണ്ടെന്ന്. അതിനെ കാണാൻ പോലും ഇല്ലായിരുന്നു. അതുപോലെ അങ്ങ് വെന്തും പോയി. നമുക്കറിയത്തില്ലല്ലോ വേവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ കുഞ്ഞതായിട്ടങ്ങ് അരിഞ്ഞതും. അത്രയും ചെറുതായിട്ട് അരിയുണ്ടായിരുന്നു. അങ്ങനെ അത്രയും ചെറുതായിട്ട് അരിഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കാണാമായിരുന്നെന്ന് തോന്നും. അപ്പം ഞാൻ സവാള, ബാക്കി പച്ചക്കറി ഇച്ചിരി ക്യാരറ്റും ബീൻസും അങ്ങനെയൊക്കെ ഉള്ളത്, ഇച്ചിരി പയർ പോലൊക്കെ ഉള്ളത് ഞാൻ ഇന്നലെ ഇച്ചിരി അരിഞ്ഞ് ബാക്കിയെല്ലാം അരിഞ്ഞ് വെച്ച് ഇത് മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു പീസ് വെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ രാവിലെ ഇതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ സമയം അങ്ങ് പോകും, പെട്ടെന്ന് ജോലികൾ നടക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, എനിക്ക് രാവിലെയാണ് 5 മണിക്ക് എണീറ്റാലും ഇവനെ ഒരു 6:15 ആകുമ്പോഴത്തേക്കിന് എല്ലാം റെഡിയാക്കി ഇവിടുന്ന് വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോകണം. അപ്പോഴത്തേക്കിന് ഇവനെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് എണ്ണിപ്പിക്കണം. എണ്ണിക്കാൻ ഇച്ചിരി താമസം എടുക്കും. ഇച്ചിരി നേരം തലയെ തടവി ഇരിക്കണം, അങ്ങനെയൊക്കെ ഇരിക്കണം. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ തലേന്നേ എടുത്തങ്ങ് വെക്കും. അല്ലെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ. ഇപ്പം നമ്മൾ സൺഡേ പ്രയറിന് പോകുന്നതിൽ ഞാൻ സാറ്റർഡേ കുഞ്ഞായിരുന്ന സമയത്ത്, ഇപ്പം അവർ പോൾ തന്നെ എടുക്കും. പ്രൈസൻ്റെ തന്നാലും ഞാൻ എടുത്ത് വെക്കും. അപ്പം നമ്മളീ പിള്ളേർക്ക് ഞാൻ പറയുമായിരുന്നു, എൻ്റെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് അവളുടെ മോള് 13 വയസ്സും മോന് 11 വയസ്സും. ആ പ്രൈസിനേക്കായി 1 വയസ്സിന് ഇളയതാണ് ആ മോൻ. ബെൻസിയുടെ ഒക്കെ അവിടെയൊക്കെ ചെന്നായിരുന്നു. അവർ ഓസ്ട്രേലിയയിലാണ്. എന്തോ മെച്യൂറായിട്ടുള്ള കൊച്ചുങ്ങളാണ് അവൾ പറയുന്നത്. നമ്മൾ എല്ലാം കൈ എടുത്ത് അയ്യോ കുഞ്ഞല്ലേ എന്നും പറഞ്ഞിരുന്നാണ് ഇവർ തന്നെത്താനൊന്നും ചെയ്യാൻ പറ്റാത്തത്. അതേസമയം ഇവർ ഈ ഹോസ്റ്റലിലോ അങ്ങനെ കാണും പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. തനത് ഇപ്പം പോളാണെങ്കിൽ തന്നെ അവൻ അലാറം വെച്ചാൽ തന്നെ അവൻ്റെ തലയണയുടെ കീഴിൽ കൊണ്ട് മൊബൈൽ വെച്ചാലും ഭയങ്കര സൗണ്ടാണ് അവൻ്റെ അലാറം. കാരണം ഞാൻ രാത്രി മൊബൈൽ, നിങ്ങൾ ചിലർ ചിന്തിക്കുമായിരിക്കും, ഇത്രയും വലിയ കൊച്ചായില്ലേ, അങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന്. ഇപ്പോഴത്തെ കാലമല്ലേ. ഞാൻ രാത്രി അവൻ്റെ മൊബൈൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, അവനിങ്ങനെ തരുകയും ചെയ്യും. ചിലപ്പോൾ പറയും ഞാൻ ഇത്രയും വലുതായി എൻ്റെ മൊബൈൽ എന്തിനാ എടുത്തോണ്ട് വന്ന്, എൻ്റെ ഹിന്ദിയിൽ പറയും മേരാ മൊബൈൽ. ഞാൻ പറഞ്ഞു അന്ന് എനിക്കറിയാം നിൻ്റെ മൊബൈലാന്ന്, പക്ഷേ രാത്രി വെക്കണം. നമുക്ക് പറയാനൊക്കത്തില്ല പിള്ളേർ ഇതുങ്ങൾ ഉറങ്ങുമോ എന്തോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഈ മൊബൈലിൻ്റെ അലാറം കേൾക്കുമ്പം ഈ എണീക്കാത്തവരെല്ലാം ചാടി പടപടാന്ന് എണീക്കും. അതുപോലുള്ള സൗണ്ടിലാണ്. എന്നാൽ ഇത് അവൻ്റെ തലയുടെ കീഴിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇവൻ അറിയത്തില്ല, അവനെ നമ്മൾ തന്നെ എണ്ണിപ്പിക്കേണ്ടി വരും. അങ്ങനെ അതാണ് അവർക്ക് ഉത്തരവാദിത്വം ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇത്രയൊക്കെ വലിയതായാലും അത് ഞാൻ തന്നെയാണ് എൻ്റെ മക്കളെ ഇങ്ങനെ ആക്കിയത്. അതുപോലെ ചെയ്യുന്ന അമ്മമാരുണ്ട്. നമുക്ക് എപ്പോഴും ഇപ്പം നമുക്കെന്നല്ല, ഇപ്പം എൻ്റെ അമ്മയ്ക്കും ഇപ്പം എനിക്ക് 2 മക്കളുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ അമ്മയ്ക്ക് കുഞ്ഞാണ്. എന്തെങ്കിലും നമുക്ക് വന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രാണൻ പോവും. അതുപോലെ നമുക്കിപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നോളം വളർന്നെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞ് തന്നെ. അത് അവർക്ക് നമ്മളത് ഒരു സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ അത് ദോഷവുമാണ്, ഒരു സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ എന്താ അത് തന്നെ. അപ്പം ഞാനേ കുക്കറൊക്കെ വെച്ച് ഒരു വിസിലൊക്കെ അടിച്ചെടുത്തു. ഇന്ന് എനിക്ക് ജോലി ചെയ്യാൻ നല്ല ഉഷാറാണ്. എത്രയും പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുത്ത പരിപാടി തുടങ്ങണം ഉച്ചയ്ക്കത്തുള്ള. എന്താണെന്നോ, കുറേ നാൾക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം വിളിച്ചാനിങ്ങനെ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് എന്തോ കഴിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കഴിച്ചില്ല, നിനക്ക് എന്തോ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് കപ്പയും മീനും വേണമെന്ന് പറഞ്ഞോണ്ടേ. അന്നേരം ഞാൻ പറഞ്ഞു ഈ കപ്പയും മീനും ഒന്നും. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു ഇല്ല
ചുമ്മാതാ, അല്ലെങ്കിൽ ആളെവിടെയെങ്കിലും തിരക്കി കപ്പയും മീനും കൊണ്ടുവരും. അങ്ങനെ ഏറ്റേ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അടുത്തൊരു തമിഴ് മദ്രാസിയുടെ കടയുണ്ട്. അവിടെ പോയി ഞാൻ പോലും അറിയാതെ എന്നെ അവിടെ അവിടോട്ട് പോകുമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്ത് കപ്പ ഞാൻ പണ്ട് പ്രാവശ്യം പറഞ്ഞായിരുന്നു ഈ പൊന്തൻ കപ്പ വാങ്ങിക്കല്ലെന്ന്. കാരണം പൊന്തൻ കപ്പയാണെങ്കിൽ പണ്ട് ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ഇങ്ങനെ വിളഞ്ഞ് ആണെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പൊന്തം വേണ്ട. നാളെ വീഡിയോ കോൾ ചെയ്താൽ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ അന്ന് പറഞ്ഞത് റീച്ചാൻ്റെ മനസ്സിലിരിപ്പുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞതാണ്ട് വലിയതാ, അത് നല്ലതല്ലല്ലേ. ഞാൻ ഇന്നലെ വീഡിയോ കോളിൽ നോക്കിയോണ്ട് എനിക്ക് അങ്ങനെ ഇതാണ്ട് ഞാൻ പറഞ്ഞു റീച്ച, വിലയും ഇവിടെ 10-20 രൂപ, ഏത്തയ്ക്കാന്നേലും കൂടുതലാണ് വില. ഇവിടെ കൊണ്ടുവന്ന് സാധാരണ ഞാൻ എപ്പോഴും കപ്പ കൊണ്ടുവരുവാണെങ്കിൽ തലേന്ന് രാത്രിയിലൊന്ന് പുഴുങ്ങി നോക്കും, ബോയിൽ ചെയ്ത് നോക്കും, അത് വേവുന്നതാണോ ഇല്ലയോ എന്ന്. ഇപ്രാവശ്യം സമയം കിട്ടിയില്ല. എനിക്ക് അച്ചാർ പരിപാടി ഇടയ്ക്കൊക്കെ ഇത്തിരി നല്ല ബിസി ആയിരുന്നു. പ്രതീക്ഷിക്കാതാണ് അച്ചാറിൻ്റെ ഓർഡർ വരുന്നത്. അതുകൊണ്ട് ഞാൻ വേവിച്ച് പുഴുങ്ങി നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ ആകെ എനിക്കിന്ന് ഫ്ലോപ്പായിട്ടുണ്ട്. എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേ. അന്നേരം ഞാൻ ഇന്നെന്ന പാസ്ത സെപ്പറേറ്റ് വെള്ളത്തിൽ വേവിച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു ഇരുന്നത്. പക്ഷേ ഇന്നുമില്ല, ചെയ്യുന്നത് പോലെ ഉണ്ട് അങ്ങ് ഞാൻ അല്ലാതെ കുക്കറിൽ വെച്ച്. അപ്പോൾ അതിങ്ങനെ ഇച്ചിരി ഇതായതുകൊണ്ട് അവന് നാളിൽ പറഞ്ഞു, മമ്മി അതൊന്ന് അവന് ചൂടോടെ തിന്നുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അന്നേരം നോക്കിയുണ്ട് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന, ഇപ്പം മോൻ കഴിക്കും രാവിലെ ഇത്. അതന്നേരം നല്ല മൂടാണെങ്കിൽ ചുരുക്കം ചില സമയത്തുള്ളതൊക്കെ ആണെങ്കിൽ കഴിക്കാതെ രാവിലെ കൊടുത്താൽ വേണ്ട എന്ന് പറയുന്നത്. അപ്പം ഇന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ അന്നേരം പിന്നെ അവന് ചീസും ബ്രെഡും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവന് ചീസും അതുകൂടെ കൊടുത്തു. പിന്നെ കഴിക്കാൻ കൊടുത്ത്, അപ്പച്ചനും കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ കപ്പ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. എനിക്കത് അരിഞ്ഞപ്പോഴേ തോന്നി അതങ്ങനെ വേവുന്ന കപ്പയായിരുന്നു. അപ്പം ഞാൻ അന്ന് നെയ്മത്തി വാങ്ങിച്ചത് ഞാൻ വെട്ടിയിട്ട് കുറച്ച് വറുത്ത് കുറച്ച് ഞാൻ ഇതുപോലെ മൊത്തത്തിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ട്, പക്ഷെ ഒത്തിരി നമുക്ക് മീനുണ്ടെങ്കിൽ എനിക്ക് ഒരു 3-4 ബോക്സൊന്നും വെക്കാൻ സ്ഥലമില്ല ഫ്രീസറിൽ. ഇത് ഇന്ന് വേറെ ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് വെക്കാൻ പറ്റി. നന്നായിട്ട് ഐസായിട്ടിരിക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചത് ഇതിങ്ങനെ ചെയ്യുന്നത് നല്ല ഉപകാരമാണ് കേട്ടോ. പഴയതായിട്ട് നമുക്ക് തോന്നത്തേയില്ല, നല്ല ഫ്രഷായിട്ട് അതിലങ്ങിരിക്കും. അത് മറ്റേത് നമ്മളിങ്ങനെ, പക്ഷേ എനിക്ക് സൗകര്യമില്ല ഇങ്ങനെ. സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീസർ ചെറുതായതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ 2 ബോക്സ് വെക്കുമ്പോഴത്തേക്കിനങ്ങ് സ്ഥലം പോകും. അല്ലെങ്കിൽ വലിയ ഫ്രിഡ്ജൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് നല്ല. മീനൊക്കെ നമുക്ക് ഒരു സമയത്ത് കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ബോക്സുകളിൽ ഇട്ട് വെക്കുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചിലർ പറയും ഇങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ മീനൊക്കെ വാങ്ങിക്കുന്നുണ്ടേ, ഇത് പന്നലാവത്തില്ലേ, ഒരു പഴയ ടേസ്റ്റ് വരത്തില്ലേ. പക്ഷേ നമ്മുടെ ഇവിടെ ഇങ്ങനെ കറണ്ട് പോകാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ച കൂടുതലും 1 മാസത്തോളം ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അങ്ങനെ 1 മാസം ലാസ്റ്റിലങ്ങനെ ചില നല്ല ഫ്രഷ് മീനല്ല എങ്കിൽ ചിലപ്പോൾ ഒരിത്തിരി ടേസ്റ്റ് വ്യത്യാസം വരും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ തന്നെ എന്നും പോകാൻ നമുക്ക് നിവർത്തിയില്ലല്ലേ. നിവർത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് അവധി വേണം. ഇപ്പോൾ റീച്ചാൻ്റെ തന്നെ പോയി വാങ്ങിക്കാൻ ഒക്കത്തില്ല, ഞാനിവിടെ പോകണം, അങ്ങനെയൊക്കെ. നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും ആൾക്കാർ കൊണ്ടുവരും. പക്ഷേ നമ്മുടെ ഈ സൊസൈറ്റി ആയതുകൊണ്ടാണ് സൊസൈറ്റിക്കകത്ത് മീൻകാർ വരാത്തത്. ഞങ്ങൾ ഞാനും ബെൻസിയൊക്കെ അവിടെ താമസിച്ച സമയത്ത്, വാഗളയിൽ എസ്റ്റേറ്റിൽ താമസിച്ച സമയത്ത് നമ്മുടെ ബിൽഡിങ്ങിൽ മീൻകാർ വരും. മേള് ഫ്ലോറ് വരെ കയറിപ്പോവും. ഒത്തിരി പേരിങ്ങനെ ഗല്ലികൾ മീൻകാർ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകും. പക്ഷേ ഇത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് മീൻകാരെ കയറ്റത്തില്ല. അവർക്ക് കയറാൻ അനുവാദമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വെളിയിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ അങ്ങനെ ഞങ്ങളുടെ നേരെ ബിൽഡിംഗ് ഇങ്ങനെ ഗേറ്റിൻ്റെ നേരെ ഒരു മനുഷ്യൻ ഇരിക്കും. പിന്നെ വേറെ കുറേ പേര് അല്ലാതെ ഒരു 3-4 പേര് വേറെ. അതും എല്ലാ ദിവസവും ഇല്ല, ആഴ്ച 1-2 ദിവസം അങ്ങനെയുള്ളൂ. പക്ഷെ ഞങ്ങൾ ആ പഴയ താമസിച്ചെടുത്ത്
ഇഷ്ടം പോലെ ആൾക്കാരാണ്, ഗല്ലികൾ മൊത്തം. ഒരു 11-12 മണി ആകുമ്പോഴത്തേക്കിനും ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല ലാഭത്തിൽ മീൻ കിട്ടും. കാരണം അപ്പോഴത്തേക്കിനും എല്ലാവരും വിറ്റങ്ങ് പോകുന്ന സമയമല്ലേ. ഞാൻ ആ മീനൊക്കെ ഒന്ന് വരഞ്ഞിട്ടേ കട്ട് ചെയ്യാൻ പോലും നല്ല വലിയ മത്തിയായിരുന്നു. പക്ഷെ അന്നങ്ങ് ബാക്കിയും കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു, എല്ലാം പിൻബുത്തിയല്ലേ. അപ്പം ഞാനതൊന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കപ്പ ഞാൻ രണ്ടൂറ്റിയിട്ട് ഒന്ന് എടുത്ത് തിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഒട്ടും വേവുന്നില്ല. എനിക്ക് അപ്പോഴേ എൻ്റെ മൂടാകെ പോയി. ഇവിടെ നന്നായി കുഴഞ്ഞിരിക്കുന്നതായി പിള്ളേർക്കും ഇഷ്ടം. അപ്പം ഞാൻ പിന്നെ അരപ്പിട്ട് എന്തുവന്നേലും ഒന്ന് ഒതുക്കി നോക്കട്ടെ വെച്ചു. എന്നിട്ട് നോക്കിയുണ്ടേ എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് തിന്നാൻ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒട്ടും പൊടിയില്ല. എനിക്കൊന്നും അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ എന്തോ ചെയ്തെന്നോ കുക്കറിൻ്റെ അകത്തിട്ട് ഒരു വിസിലടിച്ച് അരപ്പൊക്കെ ഇട്ടിട്ട്. സാധാരണ ഒരു വിസിലടിച്ചാൽ എത്ര വേവാത്ത കപ്പ ഇത്രയും നാൾ ഇങ്ങനെ ഞാൻ പിന്നെയും മത്തും കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുന്നുണ്ടേ അത് ഉടഞ്ഞിട്ടുണ്ട്. ഇന്ന് മത്തും കൊണ്ട് ഉടച്ചിട്ടും അതൊരു രക്ഷമില്ല. നീ എന്നെ ഒന്ന് ഉടയ്ക്കടി, ഞാൻ ഉടയത്തില്ലെന്നുള്ള മട്ടിൽ കപ്പ എന്നോട് കാണിക്കുക. പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണമെങ്കിൽ തിന്നാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ പിള്ളേർക്ക് കപ്പയെന്ന് വെച്ചാൽ ഭയങ്കര കൊതിയാണ്. ഇത്രയും നാളായിട്ട് അതുങ്ങളും കൊതിച്ചിരിക്കുമല്ലേ. പിന്നെ ഞാൻ അത് വീണ്ടും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഞാനൊന്ന് നോക്കി അടിയിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കണേ. വെള്ളം അങ്ങനെ ഇല്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ ഞാൻ അടിച്ച്. ഈ ഇത്രയും മത്തം കൊണ്ട് കുഴയ്ക്കുന്ന കുഴപ്പിൽ നമുക്ക് കഴിക്കാൻ പറ്റും, പക്ഷേ കൊച്ചുങ്ങൾക്ക് അത്ര താല്പര്യമില്ല. കൊതിപ്പിച്ചിട്ട് മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് തിന്നാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. പിന്നെ ഞാനെന്തോ ഞങ്ങളുടെ ഇടിക്കല്ലുണ്ടല്ലേ, ആ ഇടിക്കല്ലും കൊണ്ടിട്ട് ഇടിച്ച് എന്തോ അന്നേരം ഒരു വിധത്തിൽ കുഴച്ചെടുത്തു. മീൻ ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്, ഇച്ചിരി കപ്പയ്ക്ക് വേണ്ടി. അപ്പം ഞാൻ ഇത്രയൊക്കെ കപ്പയൊക്കെ കുഴച്ച് മെനക്കെട്ടിട്ട് അത് തിന്ന് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഇച്ചിരി കപ്പ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് 2 ദിവസമായി. എനിക്ക് വായിന്ന് വെള്ളം വരുന്നു. ഇനി എന്ന് കപ്പ കിട്ടും. എനിക്കിങ്ങനെ ചിലരൊക്കെ ഈ വീഡിയോ എവിടെ കപ്പയും മീനും കണ്ടാലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കും. കുഴയുന്ന ഒന്ന് തിളയ്ക്കുമ്പോഴേ അങ്ങ് കുഴയുന്ന കപ്പ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കൊതി വിടുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അതുപോലെ ആരെങ്കിലും കാണുന്നവർക്ക് ഇത് ഇടത്തെ കൈയും കൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് ചിന്തിക്കല്ലേ. ഞാൻ വലത്തെ കൈയും കൊണ്ടാണ് കഴിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വലത്തെ കൈ ഇടത്തെ കൈയായിട്ട് തോന്നുന്നത്. എൻ്റെ പാത്രം പിടിച്ചിരിക്കുന്ന കൈയാണ് ഇടത്തെ കൈ. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കല്ല വിജി ഇടത്തെ കൈ കൊണ്ടാണോ തിന്നുന്നതെന്ന്. അങ്ങനല്ല, ചിലരുടെ വീഡിയോയിൽ ചെന്ന് പറയുന്നത് ഞാൻ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അന്നേരം വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെത്താനാണ് ഫ്രണ്ട് ക്യാമറ വെച്ചിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുന്നത്. ആ നെയ്മത്തിക്ക് എന്തോ ടേസ്റ്റ് അറിയാം. ഇന്നാളും ഞാനത് വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചില സമയത്ത് മീൻ പോലും ഇഷ്ടമാകത്തില്ല. ഈ കറി വെച്ച മീനാണ് ഞാനെടുത്ത് വറുത്തതെന്ന്. സെയിം ആ മീൻ തന്നെയാണിത്. ഇന്ന് പറയാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു. അന്നെന്തോ എനിക്ക് ആകെ ആഹാരം വെറുത്തിരിക്കുന്ന സമയമായിരുന്നു. അന്നേരം അത്രയും വീഡിയോ ഒരു ദിവസത്തെയായിരുന്നു. ഇനിയും കാണിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ വീഡിയോ ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു. രാവിലെ തൊട്ടേ മഴ. ഞാൻ അതിൻ്റെ അകത്ത് ഒരു റെക്കോർഡും ഇടുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ റിപ്പബ്ലിക് ഡേയുടെ പ്രൈസമ്മോൻ്റെ സ്കൂളിൽ ഒന്ന് ഇട്ടേന് വന്ദേമാതരം കേട്ടെന്നും പറഞ്ഞ് യൂട്യൂബ് എനിക്ക് കോപ്പിറൈറ്റ് തന്നതാണ്. ഇതിപ്പം ഞങ്ങളുടെ അന്ന് ഞാൻ പറഞ്ഞില്ലേ JCB കൊണ്ടവിടെ പണിയാണ്. അവിടെ ഒരു സ്റ്റേഡിയം പോലെ കെട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ഏത് പ്രോഗ്രാമും ഇങ്ങനെ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അപ്പം എല്ലാവരും വന്ന് പതാക ഉയർത്തി കഴിഞ്ഞ് ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും എല്ലാം വന്ന് നിന്നുണ്ടേ മഴ. പിന്നെ എല്ലാവരും എണീറ്റ് ഓടി. അത് കഴിഞ്ഞ് വേറൊരു മഴയത്ത് നിന്നാണ് എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്നത്. നമ്മളെങ്ങാനും നാട്ടിലാണെങ്കിൽ കോടയും ഇല്ലാതെ ആരേലും നിൽക്കുമോ? അവിടെ നിൽക്കുന്ന സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന മനുഷ്യരെല്ലാം മഴ നനഞ്ഞ് നിൽക്കുക. കുറേ പേരൊക്കെ അങ്ങ് വിങ്ങിൽ പോയി നിന്നു. എനിക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്കിവിടെ നിന്നെല്ലാം ശരിക്കും ജനലേ കൂടെ കാണാമായിരുന്നു. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.